മഹാലക്ഷ്മി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ സാഗറിനെ നല്ല അടിയെല്ലാം കൊടുക്കുന്നുണ്ട്. എൻ്റെ പെണ്ണിനെ കട്ടുകൊണ്ട് പോയവരല്ലേ എന്നെല്ലാം പറഞ്ഞ്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നിന്നെ കത്തിക്കൂ എന്നെല്ലാം പറഞ്ഞ് നല്ല കൂട്ട് കൊടുക്കുകയാണ്. ആ സമയം മാർക്കോ വന്നിട്ട് സാഗറിനെ രക്ഷപ്പെടുത്തുന്നുണ്ട് മേഘന്റെ കയ്യിൽ നിന്നും. എന്നിട്ട് മേഘനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, സാഗറിനെയും മഞ്ജുവിനെയും ജീവിക്കാനായിട്ട് അനുവദിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം പിന്നെ തീർന്നെന്ന് കൂട്ടിക്കോ എന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് മേഘനാഥൻ ഒന്ന് നടുങ്ങുന്നുണ്ട്. അതേസമയം ഇവിടുത്തെ ബഹളമെല്ലാം കേട്ട തോമസ് സാർ അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, ഇമാതിരി പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല എന്നും ഇത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനമാണെന്നും തോമസ് സാറ് പറയുന്നുണ്ട്. ഇവിടെ വെച്ച് ഇതൊന്നും എനിക്ക് അനുവദിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല എന്നും പറയുന്നു. തനിക്ക് ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ താൻ എത്രയും പെട്ടെന്ന് തൻ്റെ അച്ഛനെയും കൂട്ടി ഇവിടെ നിന്ന് പോയിക്കോളാനായിട്ട് തോമസ് വൈദ്യർ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് സാഗറാണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് തോമസ് സാറിൻ്റെ ക്ലിനിക്കിൽ നടന്ന സംഭവങ്ങൾ വിശദമായിട്ട് തന്നെ പറയുന്നു. അവിടെ വെച്ച് മേഘനെ കണ്ടതും മേഘനാണെങ്കിൽ എന്നെ കാറിലോട്ട് ചാരി നിർത്തിയിട്ട് എന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ആ സമയം തന്നെ രക്ഷകനായിട്ട് മാർക്കോ അവിടെ എത്തുകയും എന്നെ മേഘനാഥിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു എന്നെല്ലാം മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു ആകെ പേടിച്ച് നിൽക്കുകയാണ്. മഞ്ജു പറയുന്നുണ്ട്, ഇനിയും അയാൾ നമ്മൾ ഉപദ്രവിക്കും സാഗറേട്ട, അതുകൊണ്ട് നമുക്ക് ആ മേഘൻ്റെ കണ്ണെത്താത്ത ദൂരത്ത് നമുക്ക് എവിടേക്കും പോയി താമസിക്കാം സാഗറേട്ട എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ സാഗർ മഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു പ്രശ്നത്തിനും മേഘൻ നമുക്ക് മുന്നിൽ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കോ അവന് അവസാനത്തെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മഞ്ജു പേടിക്കേണ്ട എന്ന് സാഗർ സമാധാനപ്പെടുത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെ കാണാനായിട്ട് മേഘനാഥൻ എത്തുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛനെ ഞാനിപ്പോൾ തോമസ് വൈദ്യരെ ക്ലിനിക്കിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. അച്ഛനെ അവിടുത്തെ ചികിത്സയിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായാലോ, അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചാലോ. അതുമാത്രമല്ല മറ്റൊരു ഉദ്ദേശവും കൂടി എനിക്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ കണ്ണൻ അവിടെ ഉണ്ടല്ലോ, കണ്ണനും ചികിത്സയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങളും പുരോഗമനവും ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് നേരിട്ട് അറിയാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ അച്ഛനെ ഈ സമയം തന്നെ അവിടേക്ക് എത്തിച്ചത് എന്നെല്ലാം മേഘൻ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് അവിടെ വെച്ച് എൻ്റെ ജീവിതം തുലച്ച സാഗറിനെ ഞാൻ കാണാനിടയായി. ആ സമയം മാർക്കോ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ കത്തിച്ചേനെ എന്നെല്ലാം പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. ആ മഹാലക്ഷ്മിയാണ് നമ്മളുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതെന്നെല്ലാം മേഘൻ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, നമ്മളൊന്നും വിചാരിച്ചിട്ട് അവളെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ലല്ലോ മേഘ. ഇവിടെ ഇനി മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, കരുണമോള് തന്നെയാണെന്ന് പ്രതാപൻ പറയുകയാണ്. മോളും അമ്മയും കൂടി അതിനുള്ളൊരു പദ്ധതി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു മേഘ. അതെന്താ കാരണമെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ട് പോലും അവരെന്നോട് പോലും അത് പറഞ്ഞിട്ടില്ല എന്നും പ്രതാപൻ പറയുന്നുണ്ട്. ആ മഹാലക്ഷ്മിയുടെ ആയുസ് ഈ വരുന്ന 18-ാം തീയതി വരെ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അതോടുകൂടി നിന്റെയും എൻ്റെയും എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി ഒഴിഞ്ഞു പോകും മേഘ എന്നെല്ലാം പ്രതാപൻ വളരെ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സാഗറും മഞ്ജുവും അമ്പലത്തിൽ തൊഴാനായിട്ടെല്ലാം വരുന്നുണ്ട്. അതേസമയം തന്നെ മഹാലക്ഷ്മിയും അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് സാഗറും മഞ്ജുവും അതുപോലെ മഹാലക്ഷ്മിയും കണ്ടുമുട്ടുന്നു. മഹാലക്ഷ്മിക്കാണെങ്കിൽ സാഗറിനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ദേഷ്യമാണ് മഹാലക്ഷ്മിക്ക് തോന്നുന്നത്. സാഗർ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാനായിട്ട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആദ്യം തന്നെ നീ ഇവളെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുകയും പൊന്നുപോലെ സംരക്ഷിക്കാം എന്നെല്ലാം അല്ലേ നീ ഞങ്ങളോടായിട്ട് പറഞ്ഞു. അതെല്ലാം നീ ആദ്യം ചെയ്ത് കാണിക്കേ, അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണേട്ടന് തീരുമാനിക്കാം നിന്നെ അംഗീകരിക്കണോ വേണമോ എന്നെല്ലാം. അതുമാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ നീ മഞ്ജുവിനെ കരയിക്കുകയാണെങ്കിൽ പിന്നെ നീ കരയിക്കുന്ന അവസാനത്തെ പെൺകുട്ടിയായിരിക്കും മഞ്ജു എന്ന് സാഗറിനോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, ഞാൻ ഇനി ഒരിക്കലും മഞ്ജുവിനെ ഒരു തരത്തിലും വേദനിപ്പിക്കില്ല എന്നും മഹാലക്ഷ്മിക്ക് ഒരു ഉറപ്പ് നൽകുന്നത് പോലെ പറയുന്നുണ്ട്. അങ്ങനെയെല്ലാം അതെല്ലാം പറഞ്ഞ് സാഗറും മഞ്ജുവും അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ റിവ്യൂ അവസാനിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.